ചോദ്യം നമ്പർ 571 ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ KJ മാക്സി. സാർ, പരിശോധിച്ചു വരുന്നു. അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇതിനു പുറമെ നിയമലംഘനം നടത്തി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളുടെ വിവരങ്ങൾ ചിത്രസഹിതം ആർക്കിടെക്റ്റിൻ്റെയും നിർമ്മാതാവിൻ്റേതുമടക്കം ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ആവൃതി മോളിൻ്റെ അഥവാ പ്രമാദമായ പാറ്റൂർ ഫ്ലാറ്റിൻ്റെ കാര്യത്തിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ ലംഘനത്തിൻ്റെയും പുറമ്പോക്ക് ഭൂമി കയ്യേറ്റത്തിൻ്റെയും പരാതികൾ നിലവിലുണ്ട്. എന്നാൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രകാരം പെർമിറ്റ് ദീർഘിപ്പിച്ചു നൽകുന്നതിനും ഭാഗിക ഒക്കുപ്പൻസിയും കോർപ്പറേഷൻ സെക്രട്ടറി 25/11/2015 നൽകിയിട്ടുണ്ട്. മേൽ നിർമ്മിതിക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരിൽ 2 പേരെ സസ്പെൻഡ് ചെയ്തു. അവരെ കഠിന ശിക്ഷാ നടപടികൾ അവർക്കെതിരെ സ്വീകരിച്ചു വരുന്നു. 3 പേർക്കെതിരെ ലഘുശിക്ഷയ്ക്കുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. നിയമാനുസൃതമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. 31/8/2016 എൻ്റെ അധ്യക്ഷതയിൽ ടൗൺ പ്ലാനിംഗ് ഉദ്യോഗസ്ഥന്മാരുടെ LSGD വകുപ്പ് മേധാവികളുടെയും ഒരു യോഗം ചേരുകയുണ്ടായി. പ്രസ്തുത യോഗത്തിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് എന്നിവക്കായി പ്രത്യേകം കെട്ടിടച്ചട്ടങ്ങൾ തയ്യാറാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം കമ്മിറ്റികൾ ഇതിനായി രൂപീകരിക്കുകയും അതിൻ്റെ കരട് തയ്യാറാക്കി വരികയുമാണ്. കരട് ലഭിക്കുന്ന മുറക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നതാണ്. ശ്രീ KJ മാക്സി. സാർ, 1999 നിലവിൽ വന്ന KMBR കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ ഇത് പ്രകാരം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വൻകിട കെട്ടിടങ്ങളും മാളുകളും എല്ലാം നിയമം ലംഘിച്ച് ഒരുപാട് വെക്കുന്നുണ്ട്. നമുക്കറിയാം, കേരള ഹൈക്കോടതി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊന്നും പാലിക്കാതെ വെച്ചിട്ടുള്ളതാണെന്ന് പല ഘട്ടങ്ങളിലും ചർച്ച വന്നിട്ടുള്ളതാണ്. എന്നാൽ ഈ റൂളിൽ നിന്നുകൊണ്ട് വളരെ ചെറിയ 3 സെൻറ്റ് സ്ഥലമുള്ളവർക്കെല്ലാം നോട്ടിഫൈഡ് റോഡുകളിൽ വളരെ ഇറക്കി വീട് വെക്കേണ്ടി വരും. 3 മീറ്റർ അത് ഇറക്കി വെക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാർക്കെല്ലാം പട്ടപ്രദേശങ്ങളിൽ വീട് വെക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചി പോലുള്ള ഹെറിറ്റേജ് ഏരിയ 3 നില ബിൽഡിങ്ങുകളെ അവിടെ അനുവദനീയമുള്ളൂ. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് അനുവദനീയമല്ല. ഇത്തരം ഏരിയകളിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ കിടക്കുക. നമുക്കറിയാം, ടൂറിസ്റ്റ് ഏരിയ ആയിട്ടുള്ള ഹെറിറ്റേജ് ഏരിയകളിൽ 16 മീറ്ററിൽ താഴെ വരുന്ന ലോ റൈസ് ബിൽഡിങ്ങുകൾക്ക് അംഗീകാരം കൊടുക്കാൻ കഴിയും. സർ, ഇക്കാര്യത്തിൽ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് സർക്കാർ ആലോചിക്കും. പുതിയ ഭേദഗതികളിൽ ഇതിനെ സംബന്ധിക്കുന്ന പ്രൊവിഷൻസും ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള കാര്യവും ഗവൺമെൻറ് സജീവമായിട്ട് പരിഗണിക്കുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ CRZ കേന്ദ്ര റെഗുലേഷൻസോ ഇതിൻ്റെ ഭാഗമായി തീരപ്രദേശത്ത് താമസിക്കുന്ന നിരവധിയായ മത്സ്യത്തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും വീട് വെക്കാൻ കഴിയുന്നില്ല. നഗരസഭകളിലും പഞ്ചായത്തുകളിലും സമർപ്പിക്കുന്ന ബിൽഡിംഗ് പെർമിറ്റിൻ്റെ പ്ലാനുകൾ അത് കേന്ദ്ര നിയമിതമായിട്ടുള്ള കോസ്റ്റൽ സോൺ റെഗുലേഷൻ മാനേജ്മെൻറ്റിന് അയച്ചു കൊടുക്കുകയാണ്. അവിടെ വരുന്ന പ്ലാനുകളെല്ലാം മാസങ്ങളോളം കെട്ടിക്കിടക്കുകയാണ്. ഇപ്പോൾ തന്നെ 7 മാസത്തിലധികമായി കിടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ കാലതാമസം അവസാനിപ്പിച്ച് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കാൻ കഴിയുമോ? CRZൻ്റെ കാര്യം നമ്മളുടെ സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ശക്തമായിട്ടുള്ള ശ്രമങ്ങൾ ഇവ പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തിയിരുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് CRZ നിയമങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതിനാൽ തീരപ്രദേശങ്ങളിൽ വീട് വെക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കെട്ടിടങ്ങൾ വെക്കുന്നത് പോകട്ടെ, വീടെങ്കിലും വെക്കാനുള്ള ഒരു അവകാശം അംഗീകരിച്ച് കിട്ടുന്നതിന് വേണ്ടി
തീർച്ചയായും കേന്ദ്ര സർക്കാരിൽ സംസ്ഥാന ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തുന്നതാണ്. ശ്രീ എ എം ആരിഫ്. സർ, ഈ വലിയ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്ന നിർമ്മാണ ഘട്ടത്തിൽ ആ നിർമ്മാണ വേളയിൽ അധികാര സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം അനുമതി തേടിയാണോ ഇവയെല്ലാം നിർമ്മിക്കുന്നതെന്ന് വാച്ച് ചെയ്യാനുള്ളൊരു സംവിധാനത്തിൻ്റെ അപര്യാപ്തത നിമിത്തവും അല്ലെങ്കിൽ അവർ വാച്ച് ചെയ്യാതിരുന്നുകൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം വാച്ച് ചെയ്യാതിരുന്നുകൊണ്ടോ വലിയ കെട്ടിടങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം പൊളിച്ചു കളയേണ്ട സ്ഥിതിവിശേഷം വരുന്നുണ്ട് സർ. എൻ്റെ നിയോജക മണ്ഡലമായ പെരുമ്പളത്ത് ഏതാണ്ട് ഉദ്ദേശം 1000 കോടി രൂപയോളം നിർമ്മാണം മുടക്കി മുത്തൂറ്റിൻ്റെ സ്ഥലം ലീസിനെടുത്ത് കാപ്രിക്കോൺ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഹോട്ടൽ ആൻഡ് റിസോർട്ട് ചെയ്യുന്ന ബിൽഡേഴ്സ് വലിയ ഹോട്ടൽ പണിതു സർ. അത് നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷമാണ് അത് CRSൻ്റെ വയലേഷനാണ്, നീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ വയലേഷനാണ് എന്ന് പറഞ്ഞ് കണ്ടെത്തി ആരോ പരാതി കൊണ്ട് കൊടുത്തു. പരാതിയും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ചില ആളുകൾ ഇറങ്ങുന്നത്. അത് 5 കൊല്ലം എടുത്തു നിർമ്മാണം പൂർത്തീകരിക്കാൻ. 5 കൊല്ലം എടുത്തപ്പോൾ ആരും ഒന്നും ഇടപെട്ടില്ല. അവസാനം അതിനുശേഷം കോടതിയിൽ പരാതി വന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് പൊളിച്ചു കളയാൻ ഉത്തരവിട്ടു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് ശരിവെച്ചു. ഇപ്പോൾ 5 അംഗ സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച് കൂടിയാണ് താൽക്കാലികമായി സ്റ്റേ കൊടുത്തിരിക്കുന്നത്. നിർമ്മാണ ഘട്ടത്തിൽ ആരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവുകളും പ്രശ്നങ്ങളും ഉണ്ടാകുകയാണ് സർ. ഇത്തരം സന്ദർഭങ്ങളെല്ലാം നമ്മുടെ നിയമ സംവിധാനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അത് കണ്ണടയ്ക്കുകയോ അല്ലെ കാണാതിരിക്കുകയോ ചെയ്യുകയാണ് സർ. ഇത്തരത്തിൽ വരുന്ന സാഹചര്യങ്ങളെ പരിശോധിച്ച് അത് വാച്ച് ചെയ്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയുമോ എന്നതാണ് പ്രധാനം. നമ്മുടെ ഇവിടെ പാവപ്പെട്ടവർക്ക് വീട് വെക്കാനുള്ള അനുമതികളൊന്നും കൊടുക്കുന്നില്ല. ഇതെല്ലാം വലിയ വലിയ കെട്ടിടങ്ങൾ വരുന്നുണ്ട്, നല്ല കാര്യം. ചിലതെല്ലാം നല്ലതുമാണ്, നമുക്ക് ആവശ്യവുമാണ്. ഇൻവെസ്റ്റേഴ്സ് വരണം, അവർ മുതൽ മുടക്കം ഉണ്ടാവണം, ടൂറിസം വികസനമൊക്കെ വേണം. പക്ഷേ ഇങ്ങനെ അനധികൃതമായി നിർമ്മിച്ച് പോകാനുള്ള അവകാശം ആരാണ് ഇവർക്ക് കൊടുക്കുന്നത്? അങ്ങനെ കൊടുത്താൽ അത് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കൂ. നാട്ടിൽ നിലവിലുള്ള പല നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരുപാട് കെട്ടിടങ്ങൾ നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ആരംഭഘട്ടത്തിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിന് സമർപ്പിക്കുന്ന പ്ലാൻ പ്രകാരമല്ല പിന്നീട് പല കെട്ടിടങ്ങളും നിർമ്മാണം പൂർത്തിയാകുമ്പോൾ രൂപപ്പെട്ടു വരുന്നത്. അതുപോലെ തന്നെ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർ ഏതൊക്കെ നിയമങ്ങളാണ് ഒരു സൈറ്റ് പ്ലാൻ കിട്ടുമ്പോൾ അവിടെ നിലനിൽക്കുന്നത് എന്ന് വേണ്ടതുപോലെ പരിശോധിക്കാതെ അനുമതി നൽകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരുപാട് കെട്ടിടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മാണം പൂർത്തിയായതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മെമ്പർ സൂചിപ്പിച്ച കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഇടപെട്ടിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട് കോടതികളുടെ ഇടപെടൽ ഫലവത്തായി നടപ്പിലാക്കുന്നതിനായിരിക്കും സർക്കാർ ശ്രമിക്കുക. ശ്രീ കെ ദാസൻ. സർ, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, പ്രത്യേകിച്ച് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ചട്ടങ്ങൾ തയ്യാറാക്കുമെന്ന് മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കെട്ടിട നിയമങ്ങൾ പരിഷ്കരിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ വീടുകൾക്കും സൗരോർജ പാനലും മഴവെള്ള സംഭരണിയും നിർബന്ധമാക്കുമോ, അല്ലെങ്കിൽ നിശ്ചിത സ്ക്വയർ മീറ്ററുള്ള വീടുകൾക്കായി അത് പരിമിതപ്പെടുത്തുമോ? ഈ പുറമ്പോക്കിലെല്ലാം കുടിൽ കെട്ടി താമസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർ കുടിൽ കെട്ടി അതിന് പെർമിറ്റ് കിട്ടാതെ റേഷൻ കാർഡ് പോലും കിട്ടാത്തൊരു അവസ്ഥയുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഗൗരവമായി ഗവൺമെൻറ് ആലോചിക്കുന്നു. നിലവിലുള്ള എല്ലാ വീടുകൾക്കും താൽക്കാലിക നമ്പർ ഇട്ട് കൊടുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉടനെ തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കും. ഞാൻ ആ കാര്യം നിയമസഭയിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് റേഷൻ കാർഡ് പോലും താൽക്കാലിക നമ്പറെങ്കിലും കിട്ടാത്തതുകൊണ്ട് ലഭ്യമാകാത്ത സ്ഥിതി നിലവിലുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെട്ടിട നിയമങ്ങൾ പരിഷ്കരിക്കുന്ന ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥന്മാരുടെ ടീമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരെന്തൊക്കെയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കും. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച കാര്യം, ബഹുമാനപ്പെട്ട പാലുളി മുഹമ്മദ് കുട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് മഴ സംഭരണികൾ വീടുകൾക്ക് വേണം എന്ന് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ അതിനെതിരായി വ്യാപകമായ പ്രതിഷേധം ഉയരുകയുണ്ടായി. സത്യത്തിൽ അന്ന് നമ്മൾ ആ നിയമം അനുസരിച്ചിരുന്നു എങ്കിൽ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തെ നമുക്ക് മറികടക്കാൻ കഴിയുമായിരുന്നു. അന്ന് നമ്മൾ ആരും അത് വേണ്ടതുപോലെ ചെവിക്കൊണ്ടില്ല. അതിൻ്റെ ഒരു പരിണിത ഫലമാണ്
ഇന്ന് നമ്മളുടെ സംസ്ഥാനത്തെ പല കിണറുകളും വറ്റിക്കിടക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നത്. വെൽ റീചാർജിങ്ങിന് സംവിധാനം പുതിയ വീടുകൾക്കെങ്കിലും ഉണ്ടാകണം. പഴയ വീടുകളിലും അതുണ്ടാക്കാൻ സർക്കാർ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 140 നിയോജക മണ്ഡലങ്ങളിൽ ഓരോ പഞ്ചായത്തുകളിൽ വെൽ റീചാർജിംഗ് പ്രൊജക്റ്റിന് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുടക്കം കുറിക്കുന്നത്. ശ്രീ എം മുകേഷ്. സർ, 2001 അംഗീകരിക്കപ്പെട്ട മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം നഗരപ്രദേശങ്ങളിൽ കെട്ടിട നിർമ്മാണ അനുമതി നിലവിൽ നൽകി വരുന്നത്. പ്രസ്തുത പ്ലാനിലെ അപാകതകൾ മൂലവും ഭൂവിനിയോഗത്തിലും മറ്റും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ മൂലവും കെട്ടിട നിർമ്മാണ അനുമതി ലഭിക്കുന്നതിൽ പൊതുജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പരിഷ്കരിച്ച മാസ്റ്റർ പ്ലാനിൻ്റെ കരട് 2013 പ്രസിദ്ധീകരിച്ചിരുന്നു. സർ, ആയതിന് നാളിതുവരെ അംഗീകാരം നൽകുവാൻ സാധിച്ചിട്ടില്ല. അംഗീകാരം നൽകുന്നതിനുള്ള നടപടി ത്വരിതപ്പെടുത്തി ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടിന് പരിഹാരം കാണും. സാർ, പല നഗരങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണിത്. ഫ്ലോർ ഏരിയ റേഷ്യോ FAR നിലവിലുള്ള കെട്ടിട നിയമചട്ടം അനുസരിച്ചൊന്നും ഡീറ്റെയിൽഡ് ടൗൺ പ്ലാനിംഗ് സ്കീം അനുസരിച്ച് മറ്റൊന്നുമാകും. ടൗൺ പ്ലാനിംഗ് സ്കീമുകൾ വളരെ കാലപ്പഴക്കം ചെന്നിട്ടുള്ള സ്കീമുകളാണ്. അതുകൊണ്ട് തന്നെ 2ഉം 2.5 അല്ലെങ്കിൽ 2ൽ താഴെയാണ് FAR പല നഗരങ്ങളിലുമുള്ളത്. എന്നാൽ ബിൽഡിംഗ് നിയമമനുസരിച്ച് 4ഉം 4.5 ആകാവുന്ന സ്ഥിതിയും ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഡിസ്പാരിറ്റി നിലനിൽക്കുന്നത് കൊണ്ട് പല പ്രദേശങ്ങളിലും ബിൽഡിംഗ് കെട്ടാൻ സാധിക്കാത്ത സാഹചര്യം നിലവിലുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് ചീഫ് ടൗൺ പ്ലാനറോട് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്ക് ബിൽഡിംഗ് റൂൾ അനുസരിച്ച് കാര്യങ്ങൾ നിവർത്തിക്കപ്പെടണം, അതനുസരിച്ചായിരിക്കണം FAR ഓരോ നഗരത്തിലും നിശ്ചയിക്കപ്പെടേണ്ടത് എന്ന് നിഷ്കർഷിച്ചുകൊണ്ട് കത്തെഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് പ്രാബല്യത്തിൽ വരുന്നതോടെ ഈ ഒരു വ്യത്യാസം നമുക്ക് മറികടക്കാനാകുമെന്നാണ് കരുതുന്നത്. സാർ, ഒരുപാട് കെട്ടിടങ്ങൾ അനധികൃതമായി നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ അവർക്ക് നമ്പറിട്ട് കൊടുത്തിട്ടില്ല. എന്നാൽ അവയൊക്കെ തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. കോടതികളുടെ ഇടപെടൽ മൂലമാണ് ഈ വൻകിട മാളുകൾ മുഴുവൻ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പാറ്റൂർ ഫ്ലാറ്റ് വിവാദം നമുക്കെല്ലാവർക്കും അറിയാം. ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച 3 ഇൻ്ററിം ഓർഡറുകളുടെ പിൻബലത്തിലാണ് അതിൻ്റെ നിർമ്മാണം ഇതുവരെ പൂർത്തിയാക്കിയത്. അങ്ങനെ കോടതികളുടെ ഇടപെടൽ മൂലം തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി ഇല്ലാതെ നിരവധി കെട്ടിടങ്ങൾ ഇപ്പോൾ പ്രവർത്തനക്ഷമമാണ്. ഇതേക്കുറിച്ചൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങിയില്ലെങ്കിൽ ഇനിയും ഒരുപാട് അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ ഉയർന്നു വരും. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട നിർമ്മാതാക്കൾ, ആർക്കിടെക്റ്റുകൾ അവരൊക്കെ തന്നെ പങ്കാളികളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ച് അത് സെയിൽ ചെയ്യുമ്പോൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവരുടെ പൂർണ്ണമായിട്ടുള്ള വിവരം നമ്മളുടെ CTPയുടെ വെബ്സൈറ്റിൽ എല്ലാ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ട് നൽകാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നത്. ശ്രീമതി ആയിഷ പോറ്റി. സർ, പല നഗരങ്ങളിലും ഫ്ലോർ ഏരിയ റേഷ്യോ ബിൽഡിംഗ് റൂൾസുമായിട്ട് യോജിച്ച് പോകുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ? അതോടൊപ്പം ഇവിടെ വന്ന ചർച്ച പല റോഡുകളും കയ്യേറിക്കൊണ്ട് റൂൾസ് പാലിക്കാതെ തന്നെ കെട്ടിടങ്ങൾ നിർമ്മിച്ച് അതിനെതിരായിട്ട് കേസ് കൊടുക്കുമ്പോൾ നീണ്ടു പോകുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെ പഴയ കൊല്ലം ചെങ്കോട്ട റോഡ് കയ്യേറി ഒരു കെട്ടിടം ഉണ്ടാക്കിയിരിക്കുക. അത് പൊളിക്കാനായിട്ട് കോടതി ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അതുമേൽ അപ്പീൽ കൊടുത്ത് അൺഎൻഡിങ് ആയിട്ട് നീണ്ടുപോവുക. ഇത്തരം വികസന പ്രശ്നങ്ങൾ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളെ ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി കൂടി സ്വീകരിക്കുമോ? വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ കോടതികളിൽ വ്യവഹാരങ്ങളുമായി നടക്കുന്ന ഒരു പ്രവണത സമീപകാലത്തായി കൂടി വരികയാണ്. ഇതുകൊണ്ട് പല റോഡുകളും നമുക്ക് വീതി കൂട്ടാൻ കഴിയാത്ത സ്ഥിതിയും നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കണം എന്ന് ഹൈക്കോടതിയെ ബോധിപ്പിക്കാൻ ബന്ധപ്പെട്ട നമ്മളുടെ വകുപ്പുമായി ബന്ധപ്പെട്ട പ്ലീഡർമാർക്ക് ശക്തമായിട്ടുള്ള നിർദ്ദേശം നൽകും. അതുപോലെ തന്നെ മെമ്പർ സൂചിപ്പിച്ച പ്രകാരം ഫ്ലോർ ഏരിയ റേഷ്യോ പല നഗരങ്ങളിലും വ്യത്യസ്തമാണ്. ഞാനത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ആ കാര്യത്തിൽ ബിൽഡിംഗ് റൂൾ അനുസരിച്ചുള്ള
ഫ്ലോർ ഏരിയ റേഷ്യോ എന്താണോ അത് ഓരോ നഗരത്തിലും നടപ്പിലാക്കുന്നതിന് വ്യക്തമായ നിർദ്ദേശം ഗവൺമെൻറ് ബന്ധപ്പെട്ടവർക്ക് നൽകും. ശ്രീ കെ മുരളീധരൻ. സാർ, ഞാൻ കഴിഞ്ഞ അസംബ്ലിയിലും ചോദിച്ചൊരു ചോദ്യമാണ് ഈ ഫ്ലാറ്റുകളുടെ നിർമ്മാണം അതിൻ്റെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ മത്സരിച്ച് നിർമ്മിക്കുക. ഇതുകൊണ്ട് വരുന്നൊരു പ്രധാന ദോഷം തിരുവനന്തപുരം നഗരത്തിലൊക്കെ ആണെങ്കിൽ 70-ലിട്ട പ്രീമോ പൈപ്പുകളാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പൈപ്പ് കൂട്ടുന്നത്. നിരന്തരമായിട്ട് ഫ്ലാറ്റ് നിർമ്മാണം ഇങ്ങനെ നടക്കുകയാണ്. ഈ ഫ്ലാറ്റുകളൊക്കെ ഒരു സ്വകാര്യ സാമ്രാജ്യം പോലെയാക്കും. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് നോട്ടീസ് കൊടുക്കാൻ പോലും ആരും അതിൻ്റെ അകത്തേക്ക് കയറ്റില്ല. ഇങ്ങനെയുള്ള സാമ്രാജ്യങ്ങളുടെ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ഈ ഫ്ലാറ്റ് നിർമ്മാണത്തിന് കടിഞ്ഞാണിട്ടിട്ടില്ലെങ്കിൽ ഫ്ലാറ്റുകൾ ഇങ്ങനെ നിരന്തരം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു നിയന്ത്രണം വരുത്താൻ ഗവൺമെൻറ് തയ്യാറാകും. തീർച്ചയായും അക്കാര്യത്തിൽ ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. നിയമാനുസൃതമല്ലാതെ നിർമ്മിക്കുന്ന ഫ്ലാറ്റുകൾ ഓരോ ഘട്ടത്തിലും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാരോ ബന്ധപ്പെട്ട എഞ്ചിനീയർമാരോ സൈറ്റ് വിസിറ്റ് ചെയ്ത് പ്ലാൻ അനുസരിച്ചാണോ അത് ഉണ്ടാക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തിലൊരു അന്തിമ പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി കഴിയുകയുള്ളൂ. പല ഫ്ലാറ്റുകളും നിർമ്മിക്കുമ്പോൾ പൊതുസ്ഥലം, പുറമ്പോക്ക് ഇതൊക്കെ കയ്യേറപ്പെടുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പാറ്റൂർ ഫ്ലാറ്റിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നം അതാണ്. 225 സെൻറ്റ് സ്ഥലത്ത് ഒരു ബിൽഡിംഗ് പണിയണം, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് പണിയണം, മോൾ പണിയണം എന്നുള്ള പ്ലാനാണ് അവർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നൽകിയിരുന്നത്. എന്നാൽ പുറമ്പോക്ക് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആക്ഷേപത്തെ തുടർന്ന് പരിശോധിച്ചപ്പോൾ 208 സെൻറ്റിൻ്റെ പട്ടയം മാത്രമേ അവരുടെ കയ്യിലുള്ളൂ എന്ന് ബോധ്യമാവുകയുണ്ടായി. ആ സന്ദർഭത്തിലും പക്ഷേ 225 സെൻറ്റ് സ്ഥലത്ത് അവർ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച അതേ പ്ലാൻ തന്നെയാണ് 208 സെൻറ്റ് സ്ഥലത്തും അവർ നിർമ്മിച്ചത് എന്നുള്ളതാണ്. സ്വാഭാവികമായും 225 സെൻറ്റ് സ്ഥലത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ഫ്ലാറ്റ് 208 സെൻറ്റ് സ്ഥലത്ത് നിർമ്മിക്കാൻ കഴിയില്ല. അതിലെന്തെങ്കിലും കുറവ് വരുത്തേണ്ടതുണ്ട്. പക്ഷെ ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്ലാറ്റുകളുടെ നിർമ്മാണവുമായി എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഇത് ശക്തമായി മോണിറ്റർ ചെയ്യാൻ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കും എഞ്ചിനീയർമാർക്കും നിർദ്ദേശം നൽകും. ഓരോ ഘട്ടങ്ങളിലും, നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ ഈ ബന്ധപ്പെട്ട ഫ്ലാറ്റ് നിർമ്മാതാക്കൾ സമീപിക്കുകയും അവിടെ നിന്ന് അനുമതി വാങ്ങുകയും ചെയ്യണം, അനുമതി പുതുക്കിക്കൊണ്ടിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ബന്ധപ്പെട്ടവർക്ക് നൽകുന്നതാണ്. ശ്രീ എം നൗഷാദ്. സർ,